ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. തിരുവെഴുത്തിൽ നാം ആലയത്തിൻ്റെ പണിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മുമ്പേ നാം ധ്യാനത്തിങ്കിൽ ഉണർന്നതായൊരു വാക്യം, ശലോമോൻ ആലയം പണിയുവാനായി പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ആലയത്തിൻ്റെ പണിക്ക് ആവശ്യമായ കല്ല് വെട്ടിയുണ്ടാക്കുന്ന സമയത്ത് അത് വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്ത കല്ലുകളായിട്ടാണ് ആലയം പണിയുന്നിടത്തേക്ക് കൊണ്ടുവന്നതെന്ന് നാം വായിക്കുന്നു. അത് നിമിത്തം അവിടെ മഴു, ചുറ്റിക മുതലായ ഉപകരണങ്ങളുടെ ഒന്നും ശബ്ദം കേൾപ്പാൻ ഇല്ലായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 6-ാം അധ്യായം 7-ാം വാക്യം. വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്ത കല്ലുകൊണ്ട് ആലയം പണിതതിനാൽ അത് പണിയുന്ന സമയത്ത് മഴു, ചുറ്റിക മുതലായ യാതൊരു ആയുധങ്ങളുടെയും ഒച്ച കേൾപ്പാൻ ഇല്ലായിരുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നാം ക്രിസ്തീയ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ തിരുവെഴുത്ത് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം ദൈവത്തിൻ്റെ ഗൃഹനിർമ്മാണം എന്നാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിലാണോ അപ്പോസ്തലൻ പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ കൃഷി, നിങ്ങൾ ദൈവത്തിൻ്റെ ഗൃഹനിർമ്മാണം, ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാർ എന്ന് പറയുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3:9 വാക്യം. ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാർ, നിങ്ങൾ ദൈവത്തിൻ്റെ കൃഷി, ദൈവത്തിൻ്റെ ഗൃഹനിർമ്മാണം. 2 നിലയിലാണ് ദൈവസഭയെ ദൈവം പരിപാലിപ്പാൻ അല്ലെങ്കിൽ ക്രമീകരിപ്പാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ദൈവത്തിൻ്റെ കൃഷിയായി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ തോട്ടമായി കാണുവാനിടയാകുന്നു. മറ്റൊന്ന്, ദൈവത്തിൻ്റെ ഗൃഹനിർമ്മാണമായും കാണുവാൻ ഇടയാകുന്നു. ഈ 2 അനുഭവങ്ങൾ 2 വ്യത്യസ്ത കാഴ്ചപ്പാടുകളിൽ ആണ് നടക്കുന്നത്, അല്ലെങ്കിൽ 2 വ്യത്യസ്തമായ അനുഭവങ്ങളിലാണ് നടക്കുന്നത്. പക്ഷെ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്, അതിൻ്റെ പരിണത ഫലം എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. ദൈവത്തിൻ്റെ സഭയാം തോട്ടത്തെ കെട്ടിടമാകുന്ന സഭയും അഥവാ തോട്ടമാകുന്ന സഭയും ഒരുപോലെ പണിയപ്പെട്ട് ദൈവം ആഗ്രഹിക്കുന്ന ശ്രേഷ്ഠതയിലേക്ക് കൊണ്ടുവരുവാനിടയാകുന്ന ഒരനുഭവം. അതാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. ആകയാൽ തന്നെ നാം ഇപ്പോൾ ഉണരുന്ന അവസ്ഥയിൽ ദൈവത്തിൻ്റെ ആലയ നിർമ്മാണത്തെക്കുറിച്ച് ഉണരുമ്പോൾ നാം വായിച്ച വാക്യത്തിൽ നാം ദൈവത്തിൻ്റെ ഗൃഹനിർമ്മാണം എന്ന് നമ്മെക്കുറിച്ച് നമുക്ക് ഉണരുവാനിടയാകുന്നു. അങ്ങനെ നാം ദൈവത്തിൻ്റെ ഗൃഹനിർമ്മാണം എന്ന് പറയുമ്പോൾ പത്രോസ് അപ്പോസ്തലൻ നമ്മെ ഓർപ്പിക്കുന്നതായ അനുഭവം, നാം ജീവനുള്ള കല്ലായ ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നിട്ട് നാമും അവനെപ്പോലെ ജീവനുള്ള കല്ലായി തീർന്നിട്ട് ദൈവത്തിന് നിവാസമാകേണ്ടതിന് ആത്മീക ഗൃഹമായി ഒന്നിച്ച് പണിയപ്പെടുന്നു എന്ന് നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. 1 പത്രോസ് 2-ാം അധ്യായം 3-ാം വാക്യം. ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗ്രഹമായി യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള പണിയപ്പെടുന്നു. ആത്മീക ഗ്രഹമായി പണിയപ്പെടുന്നു എന്ന് നമ്മെ ഓർപ്പിക്കുന്നു. നാം ജീവനുള്ള കല്ലായ കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് നാമും ജീവനുള്ള കല്ലുകളായി തീർന്ന് കർത്താവിനോട് ചേർത്ത്, അവൻ തള്ളിയല് അടിസ്ഥാനക്കല്ലും മൂലക്കല്ലുമായി തീർന്നിരിക്കെ ആ അടിസ്ഥാനക്കല്ലായി മൂലക്കല്ലായ ക്രിസ്തുവിനോട് ചേർന്ന് നാമും ജീവനുള്ള കല്ലുകളായി ചേർത്ത് പണിയപ്പെടുവാൻ ഇടയാകുന്നു എന്നാണ്. നാം ദൈവത്തിൻ്റെ ഗൃഹനിർമ്മാണം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനോട് ചേർത്ത് നമ്മെ പണിത് നാം ദൈവത്തിൻ്റെ നിവാസമാകുവാൻ, ദൈവത്തിൻ്റെ ഭവനമാകുവാൻ അഥവാ ദൈവത്തിൻ്റെ ആലയമായി തീരുവാൻ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് കൊണ്ട് ആ നിലയിൽ നമ്മെ പണിത് ദൈവാലയത്തിൽ യേശുവിനോട് ചേർത്ത് ആക്കി വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു അനുഭവത്തെ നാം ഉണരുമ്പോഴാണ് കുറിവാക്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രസക്തമായി തീരുവാനിടയാകുന്നത്. അവിടെ വ്യക്തമായി നമ്മെ ഓർപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, വെട്ടുക്കിഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്ത കല്ലുകൾ കൊണ്ടാണ് പണിയുവാൻ ഇടയാകുന്നതെന്നാണ്. നമുക്കറിയാം, ഈ ഭൂമിയാണ് വെട്ടുകുഴി എന്ന് പറയുന്നത്. ഈ ഭൂമിയിൽ നാം ജീവിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ രൂപാന്തരപ്പെടുത്തി നമ്മുടെ കുറവുകളൊക്കെ തീർത്ത് നമ്മെ ജീവനുള്ള കല്ലുകളാക്കി തീർത്തിട്ട് നിത്യതയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നാം ചേർക്കപ്പെടുമ്പോൾ
അവിടെയാണ് നാം ദൈവത്തിൻ്റെ ആലയമായി തീരുവാനിടയാകുന്നത്. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരത്തെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിലാണ് നാം വായിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നൊരു മഹാശബ്ദമുണ്ടായി പറഞ്ഞു കേൾക്കുന്നത് എന്താണ്? ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ വസിക്കും എന്ന് നമ്മെ ഓർപ്പിക്കുവാനിടയാകുന്നു. അപ്പോൾ നാം പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരമാകത്തക്കവണ്ണം ചേർത്ത് പണിയപ്പെട്ടിട്ട് ആ വിശുദ്ധ മന്ദിരത്തിലാണ് ദൈവം വസിപ്പാൻ ഇടയാകുന്നൊരനുഭവം. ആകയാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ നാം ക്രിസ്തുവിനെ പോലെ ആയി തീരുവാൻ, അഥവാ ജീവനുള്ള കല്ലായ ക്രിസ്തുവിനെ പോലെ നാമും ജീവനുള്ളവരായി തീരുവാൻ നമുക്കിടയാകേണ്ടതിന് ആ നിലയിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ കർത്താവ് ഈ വെട്ടുക്കുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർക്കുന്ന അനുഭവം വെളിപ്പെടുവാനിടയാകുന്നു. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, നാം ഉണരേണ്ടത് നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ നാളുകളിൽ എൻ്റെ ജീവിതത്തിൻ്റെ കുറവുകൾ കർത്താവെ അവിടുന്ന് പരിഹരിച്ച് എന്നെ കുറവില്ലാത്തവനാക്കി തീർക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മെ തന്നെ നാം ദൈവസന്നിധിയിൽ ആരാഞ്ഞ് ഉണരേണ്ടതായ കാര്യമാണ്. തൻ്റെ മുൻപാകെ വിശുദ്ധരും നിഷ്കളങ്കരും പിന്നെ കുറ്റമില്ലാത്തവരുമായി നിർത്തപ്പെടണമെന്നുള്ളതാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതായ അനുഭവം. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി തീരുവാൻ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ കുറവില്ലാത്തവർ അഥവാ കുറ്റമില്ലാത്തവരെന്നൊരനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ കർത്താവ് കൃപ തരണം. അങ്ങനെ ഒരു അവസ്ഥയെ നാം ഒന്ന് ഉണർന്നുകൊണ്ട്, അങ്ങനെ ഒരു അവസ്ഥയെ നാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകൾ കുറ്റങ്ങളൊക്കെ ഈ നാളുകളിൽ ദൈവത്താൽ തീർക്കപ്പെടുവാൻ ഇടയാകണമെന്ന് നാം ഒന്ന് ഉത്സാഹിക്കുന്നവരായി തീരുവാനിടയാകണം. പത്രോസ് അപ്പോസ്തലൻ തന്നെ നമ്മെ ഓർപ്പിക്കുമ്പോൾ നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവാത്മാവിനാലാണ് നാം ചേർത്ത് പണിയപ്പെടുവാൻ ഇടയാകുന്നതെന്ന് പത്രോസ് അപ്പോസ്തലനാണ് പറയുന്നത്. കൊരിന്ത്യർ ലേഖനത്തിലാണ് വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നാം വിശുദ്ധ നിവാസമാകേണ്ടതിന് ചേർത്ത് പണിയപ്പെടുന്നു എന്നാണ്. ആത്മാവാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 22-ാം വാക്യം. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതുവരുന്നു. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നമ്മെ പണിയുന്നത്. നാം ദൈവത്തിന്റെ ഗൃഹമാകേണ്ട, ദൈവത്തിന്റെ ആലയമാകേണ്ടതിന്, ദൈവത്തിന്റെ മന്ദിരമാകേണ്ടത്, അഥവാ നാം ജീവനുള്ള കല്ലുകളായി കുറവില്ലാത്തവരായി തീരുവാൻ വേണ്ടി ദൈവം നമ്മെ തൻ്റെ ആത്മാവിനാൽ ചേർത്ത് പണിതുകൊണ്ടിരിക്കുന്നു എന്നാണ്. അങ്ങനെയെങ്കിൽ നാം ഉണരേണ്ടതായ കാര്യം, പണിയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണെന്നുള്ളതാണ് സത്യം. പരിശുദ്ധാത്മാവിനാലാണ് നമ്മിൽ പണി നടക്കുവാൻ ഇടയാകുന്നത്. അതൊന്നുകൂടെ ആത്മാവ് നമുക്ക് വ്യക്തമായി ഉണർത്തി തരുന്നുണ്ട്. കൊരിന്ത്യർ ലേഖനത്തിലാണോ നാം വായിക്കുമ്പോൾ, സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയാൽ നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുന്ന ഒരു പ്രവൃത്തി നമുക്ക് കാണുവാൻ കഴിയും. ഫിലിപ്പിയർ 3:21. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ജീവനുള്ള കല്ലായ കർത്താവിനോട് അനുരൂപരാക്കി രൂപാന്തരപ്പെട്ടവരാക്കി തീർക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് എന്താണ്? ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയാണെന്നുള്ളതാണ് സത്യം. ഈ ദൈവത്തിൻ്റെ വ്യാപാര ശക്തി നമ്മിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരം എന്തായി മാറണം? ദൈവത്തിൻ്റെ മഹത്വമുള്ള ശരീരമായി മാറുവാൻ ഇടയാകണം. അതാണ് നമ്മിൽ നടക്കേണ്ടതായ പ്രവൃത്തി. ആ പ്രവൃത്തിയാലാണ് നാം യഥാർത്ഥമായി ആ ജീവനുള്ള കല്ലായി പണിയപ്പെടുവാൻ ഇടയാകുന്ന അവസ്ഥയിലേക്ക് വരുവാൻ ഇടയാകുന്നത്. വെട്ടുകുഴിയിൽ വെച്ച് തന്നെയാണ് കുറവ് തീർക്കുന്നതെങ്കിൽ ഈ ഭൂമിയിൽ കർത്താവ് തൻ്റെ ആത്മാവിനാൽ നമ്മെ രൂപാന്തരപ്പെടുത്തി നമ്മുടെ ജീവിതാവസ്ഥകളെ മാറ്റി നമ്മെ ക്രിസ്തുവിനോട് അനുരൂപരാക്കി തീർക്കുവാൻ ഇടയാകുന്നു. അഥവാ ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതത്തെ വിശേഷപ്പെട്ടതായി വ്യത്യാസപ്പെട്ടതാക്കി തീർക്കുവാൻ ദൈവം തൻ്റെ ആത്മാവിനാൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇവിടെ രണ്ട് കാര്യങ്ങൾ നാം ചിന്തിക്കണം. ഒന്ന്, നമ്മിൽ പ്രവർത്തിപ്പാൻ ദൈവത്തിൻ്റെ ഉപകരണമായ ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയായ പരിശുദ്ധാത്മാവ് നമ്മിലുണ്ടോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വ്യാപരിക്കുന്നുണ്ടോ?
ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നത് നമ്മിൽ വസിക്കുവാനാണ്. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണെന്ന് വ്യക്തമായി തിരുവെഴുത്ത് നമ്മെ ഓർപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമായി ദൈവാത്മാവ് നമ്മിൽ വസിക്കുന്ന ഒരനുഭവം നമ്മിൽ ഉണ്ടെങ്കിലേ ദൈവത്തിന് നമ്മിൽ പ്രവർത്തിപ്പാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് സത്യം. എത്രയോ പ്രിയപ്പെട്ടവരാണ് വർഷപ്പഴക്കമുണ്ടായിട്ടും ഇനിയും അഭിഷേകം പ്രാപിക്കാത്തവരായി തങ്ങളുടെ ജീവിതത്തിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് ആ ഒരു ചിന്തയോ താല്പര്യവും ഇല്ലാതെ, അഭിഷേകത്തിന് ജീവിതത്തിൽ യാതൊരു പ്രാധാന്യവും ഇല്ലാതെ തങ്ങളെ ക്രമീകരിച്ചൊരുക്കി കാത്തിരുന്ന് അഭിഷേകം പ്രാപിപ്പാൻ മനസ്സില്ലാതെ മുൻപോട്ട് പോകുന്ന എത്രയോ ജീവിതങ്ങളുണ്ട്. സഹോദരങ്ങളെ ശ്രദ്ധിക്കണേ, ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് നിങ്ങളിൽ ഇടമുണ്ടാകുന്നില്ല എന്നുള്ളതാണ് അതിനാൽ ഉളവാകുന്ന അനുഭവം. ഇനിയും ദൈവാത്മാവിനെ പ്രാപിച്ച ദൈവമക്കൾ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയവരായിരുന്നാലും ജീവിതം വ്യർത്ഥമാണ്. കാരണം ഒരിക്കൽ നാം അഭിഷേകം പ്രാപിച്ചവരാണ്, ശരിയാണ്. ആരംഭശൂരത്വമായി വിശ്വാസത്തിൽ വന്ന നാൾക്കളിൽ ആ ആത്മീയ തീഷ്ണത നിമിത്തമായി, ദൈവസ്നേഹത്തിന്റെ പൂർണ്ണത നിമിത്തമായി കാത്തിരുന്ന് അഭിഷേകം പ്രാപിച്ച് ആത്മനിറവോടെ ജീവിച്ചവരാണ്. പക്ഷെ കാലപ്പഴക്കത്തിൽ പലരുടെയും അഭിഷേകം നഷ്ടപ്പെട്ടുപോയി എന്നുള്ളതാണ്. ഒത്തിരി ജീവിതങ്ങളെ കണ്ടാൽ അറിയാം. അവരോട് ചോദിച്ചാൽ അവർ സാക്ഷ്യം പറയും, ഞാൻ ഇത്രാം വർഷം പ്രാപിച്ചതാണ്, ഇത്ര കൊല്ലമായി അഭിഷേകം പ്രാപിച്ചിട്ടെന്ന്. പക്ഷെ ഇപ്പോൾ അവരിൽ അഭിഷേകം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ആ അനുഭവങ്ങൾ, പരിശുദ്ധാത്മാ നിറവിൻ്റെ അനുഭവങ്ങൾ അവരിൽ വെളിപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം. അതും ജീവിതത്തിൽ വ്യർത്ഥതയാണ് ദൈവമക്കളെ. രണ്ടാമത് നാം ഉണരേണ്ടതായ ഒരു കാര്യമെന്ന് പറയുന്നത്, അഭിഷേകം പ്രാപിച്ച ദൈവമക്കളാണെന്നിരിക്കെ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നില്ലെങ്കിലോ, ആത്മാവിന് കീഴ്പ്പെട്ട് അനുസരിപ്പാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിലോ. റോമലേഖനം നാം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നടത്തുന്നവരാണ് ആര്? ദൈവത്തിൻ്റെ മക്കൾ. ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. റോമാലേഖനം 8:14. ദൈവാത്മാവ് നടത്തുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. അല്ലെങ്കിൽ ദൈവത്തിനുള്ളവരായി തീരുന്നത് ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവരാണ്. അതുകൊണ്ട് തന്നെ എന്തു പറയുന്നു? ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ എന്ന് പറയുന്നു. ഗലാത്യലേഖനത്തിലാണോ? ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ എന്ന് പറയുന്നു. 5:16. ഗലാത്യർ 5:16. ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. അപ്പോൾ ആത്മാവിന് കീഴ്പ്പെട്ട് ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരായെങ്കിൽ നമ്മിൽ ഒരു പരിവർത്തനത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയാകത്തുള്ളൂ. ശ്രദ്ധിക്കണം സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം നടക്കുന്നുണ്ടോ? കഴിഞ്ഞ നാളുകളിൽ നാം ജീവിച്ച ജീവിതവുമായി ചേർത്തുകൊണ്ട് നമ്മെ ഒന്ന് പരിശോധിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മോട് കൂടെയുള്ളവർ നമ്മെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസമുണ്ട്, പരിവർത്തനമുണ്ട് എന്നൊരു അനുഭവം നമുക്ക് സാക്ഷ്യം ലഭിക്കുന്നുണ്ടോ? ചില പ്രിയപ്പെട്ടവരുടെയൊക്കെ ജീവിതത്തിൽ ശ്രദ്ധിച്ചാൽ നട്ടപ്പോഴും ഒരു കൊട്ട, പറിച്ചപ്പോഴും ഒരു കൊട്ട എന്ന് പറയുന്ന അവസ്ഥയിൽ അന്നും ഇന്നും ഒരേ സ്വഭാവത്തിൽ മറ്റുള്ളവർക്ക് ഇടർച്ചയും ഭാരവുമായി പ്രയാസമായി ദുഃഖിച്ച് നെടുവീർപ്പെടുത്തക്കതായ ഈ സഹോദരനെ കുറിച്ച്, ഈ സഹോദരിയെ കുറിച്ച് അയ്യോ കർത്താവേ എന്ന് പറയേണ്ട ഒരവസ്ഥയിലാണല്ലോ ഞങ്ങളെന്ന് പറയുന്ന ജീവിത നിലവാരത്തിൽ കാണപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ച് സഹോദരിമാർ വ്യക്തമായി രൂപാന്തരമുണ്ടായി പുതുപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നാൾതോറും തന്നിൽ വ്യത്യാസമുണ്ടാകുന്നു, തന്നിലെ ആ പ്രാകൃത സ്വഭാവം മാറി ദൈവിക സ്വഭാവം തന്നിൽ വരുന്നു എന്ന് എത്ര പേർ സാക്ഷ്യം പറയും സഹോദരന്മാരെ കുറിച്ച്? തിരിച്ച് സഹോദരന്മാരെ, തങ്ങളുടെ ഭാര്യമാരെ കുറിച്ച് അവരുടെ ജീവിതത്തിൽ നാളുകൾ പോകെ കാലം മുൻപോട്ട് ചെല്ല കർത്താവ് അവരെ രൂപാന്തരപ്പെടുത്തിയിട്ട് അവർ കർത്താവിൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുന്നുണ്ട് എന്ന് പറയുന്ന എത്ര പേരുണ്ട്? അതല്ലെങ്കിൽ ചില വ്യക്തികൾ പറയുന്ന പോലെ, എൻ്റെ പൊന്നച്ചായ കുടുംബ സമാധാനം അത്യാവശ്യമാണ്, അതുകൊണ്ട് ഞാനങ്ങ് മിണ്ടാതെ പോകുകയാണെന്ന് പറയുന്ന അനുഭവമാണോ കുടുംബത്തിൽ ഭാര്യയെക്കുറിച്ച് ഭർത്താവിനും ഭർത്താവിനെ കുറിച്ച് ഭാര്യയ്ക്കുമുള്ളത്?
ഞാൻ സഹിച്ച് വഹിച്ച് അങ്ങ് പോകുകയാണ് ചായ, കുടുംബത്തിൽ സമാധാനം വേണമല്ലോ എന്ന് പറയുന്ന ഒരവസ്ഥ. ദൈവമക്കളെ, ഇതാണോ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്ന സാക്ഷ്യം? അതാണ് നിങ്ങൾ ഉണരേണ്ടത്. നമുക്ക് എല്ലാത്തിനും വലിയ പ്രാഗൽഭ്യം കാണിക്കുവാൻ കഴിയും, എഴുന്നേറ്റ് നിന്ന് നല്ല സാക്ഷ്യം പറവാൻ കഴിയും. കർത്തൃമേശയിൽ ഒന്നാമത് വന്നിരുന്ന് ആദ്യം എടുക്കുവാൻ ആഗ്രഹിക്കുന്നവരുമാകാം. മറ്റ് ആത്മീയ കാര്യങ്ങളിലൊക്കെ ഉത്സാഹത്തോടെ ചാടിത്തുള്ളി പ്രവർത്തിക്കുന്നവരായിരിക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതാവസ്ഥ നമ്മിൽ ദൈവാത്മാവ് പരിവർത്തിച്ചിട്ട് ആത്മാവിൻ്റെ പ്രവൃത്തി നമ്മിൽ വെളിപ്പെടുത്തിയിട്ട് നമ്മിലെ കുറവുകൾ ദൈവം തൻ്റെ ആത്മാവിനാൽ തീർക്കുന്നുണ്ടോ? അതാണ് നാം പരിശോധിക്കേണ്ടത്. അങ്ങനെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങോട്ട് നോക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ കുറവ് തീർക്കുവാൻ പോകുന്ന സഹോദരിമാരൊരിക്കലും അവരും നന്നാകത്തില്ല, സഹോദരനെ ഒട്ട് നന്നാക്കുവാനും ഇടയാകത്തില്ല. സഹോദരിയുടെ കുറവ് തീർക്കുവാൻ നടക്കുന്ന സഹോദരൻ ഒരിക്കലും താനും നന്നാകത്തില്ല, സഹോദരിയോട്ട് നന്നാക്കാൻ വിടത്തുമില്ല. കാരണം എല്ലാം ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച് അല്ലെങ്കിൽ വഴക്കുണ്ടാക്കി അവരുടെ സ്വസ്ഥതയും സമാധാനമൊക്കെ തമ്മിൽ നഷ്ടപ്പെടുത്തത്തേയുള്ളൂ. അവരവർ തങ്ങളെ ദൈവസന്നിധിയിൽ താഴ്ത്തിക്കൊണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തുണ്ട് വ്യത്യാസം, എന്നിൽ എന്താണൊരു രൂപാന്തരം ഉണ്ടാകുന്നത്, എന്നിലെ പ്രാകൃത സ്വഭാവങ്ങളെ, ജഡീക സ്വഭാവങ്ങളെ, മാനുഷിക സ്വഭാവങ്ങളെ ആത്മാവിനാൽ മരിപ്പിച്ചുകൊണ്ട് ആത്മാവിന് കീഴ്പ്പെട്ട് അനുസരിച്ച് ആത്മാവിനെ അനുസരിച്ച് തന്നെ നടന്ന് എന്നിൽ ആത്മീകത വെളിപ്പെടുന്നുണ്ടോ അഥവാ ദൈവികത എന്നിൽ വെളിപ്പെടുന്നുണ്ടോ എന്ന് നാം ശ്രദ്ധിക്കുവാനിടയാകണം. നമ്മുടെ ശരീരം താഴ്ചയുള്ളതാണ് ദൈവമക്കളെ, അത് വചനത്തിൽ അങ്ങനെ തന്നെയാണ് പറയുന്നത്. പക്ഷേ ഈ താഴ്ചയുള്ള ശരീരത്തെ ദൈവം എന്താക്കുമെന്നാണ്? മഹത്വമുള്ള ശരീരമാക്കി തീർക്കുമെന്നാണ്. മഹത്വമുള്ള ശരീരം, ആ ഒരു മഹത്വമുള്ള ശരീരം നാം പ്രാപിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ അതിനായി പടിപടിയായുള്ള രൂപാന്തരം ഉണ്ടായി നാം നമ്മുടെ കർത്താവിനെ പോലെ ആയി തീർന്നെങ്കിൽ മാത്രമേ, തീരുവാൻ യോഗ്യരായെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടുവാൻ ഇടയാകത്തുള്ളൂ. അതുകൊണ്ടാണ് യോഹന്നാന്റെ ലേഖനം 3:2 വായിക്കുമ്പോൾ നാം കർത്താവിനെ കാണുമ്പോൾ കർത്താവ് ഇരിക്കുന്നത് പോലെ തന്നെ നാം കാണുന്നതാകൊണ്ട് നാം ആരാകുമെന്നാണ്? കർത്താവിനോട് സദൃശ്യരാകുമെന്നാണ്. ജീവനുള്ള കല്ലായ കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് നാമും ജീവനുള്ള കല്ലായി തീരുവാനിടയാകുന്ന അനുഭവം. ഇതാണ് ദൈവത്തിൽ നിന്ന് നാം പ്രാപിപ്പാൻ നമുക്ക് ഇടയാകേണ്ടതായ അവസ്ഥ. അങ്ങനൊരു രൂപാന്തരത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇടം കൊടുക്കുമെങ്കിൽ, നാം അതിന് മനസ്സുള്ളവരായി തീരുമെങ്കിൽ ദൈവം തീർച്ചയായും തൻ്റെ ആത്മാവിനാൽ നമ്മിൽ പ്രവർത്തിക്കുമെന്നുള്ളതാണ് സത്യം. യോഹന്നാന്റെ സുവിശേഷം 14 പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ സഭയാൻ തോട്ടത്തെക്കുറിച്ച് അല്ലെങ്കിൽ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ കർത്താവ് മുന്തിരിവള്ളിയും പിതാവാ ദൈവം തോട്ടക്കാരനും നാം കൊമ്പുകളായിരിക്കുമ്പോൾ ആ സഭയുടെ അനുഭവത്തെക്കുറിച്ച് പറയുന്നൊരു വാക്കുണ്ട്. എന്താണ്? ഫലം കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു എന്നാണ്, ഇല്ലേ? ചെത്തി വെടിപ്പാക്കുന്നു എന്ന്. ചെത്തി വെടിപ്പാക്കുക എന്ന് പറയുമ്പോൾ നമ്മിലുള്ള അന്യമായത്, അശുദ്ധമായത്, ദൈവഹിതമല്ലാത്തത്, ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് തടസ്സമായി വിഘ്നമായിരിക്കുന്നതൊക്കെ ദൈവം എന്തു ചെയ്യും? നമ്മിൽ നിന്ന് നീക്കിക്കളയുവാനിടയാകുമെന്നുള്ളതാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമ്മുടെ പ്രാകൃത സ്വഭാവങ്ങൾ, നമ്മുടെ മാനുഷിക സ്വഭാവങ്ങൾ, നമ്മുടെ ജഡീക സ്വഭാവങ്ങൾ, നമ്മുടെ ലൗകികമായ ജീവിതാവസ്ഥകളൊക്കെ കർത്താവ് പടിപടിയായി നമ്മിൽ നിന്ന് ചെത്തി നീക്കിക്കളഞ്ഞ് നമ്മെ വെടിപ്പാക്കുവാനിടയാകും. അഥവാ നമ്മിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ വ്യാപാര ശക്തിയാൽ നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരത്തെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപരാക്കുവാൻ തക്കവണ്ണം സകലത്തെയും നമുക്ക് കീഴ്പ്പെടുത്തി തരുവാനിടയാകും. ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയുടെ വിശേഷത എന്താണ്? സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന വ്യാപാര ശക്തി എന്നാണ്. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, ആ അവസ്ഥ നമ്മിൽ ഉണ്ടായിട്ട് നാം നമ്മുടെ ദൈവത്താൽ കുറവുകൾ തീർക്കപ്പെടുന്നവരാകുവാൻ ഏൽപ്പിച്ചു കൊടുക്കണം. വെറുതെ ഭക്തിയുടെ വേഷം ധരിച്ച് നമുക്ക് ബോധിച്ച പോലെയൊക്കെ നാം ജീവിച്ച് നാം വലിയ മിടുക്കരാണ്, ശ്രേഷ്ഠരാണ്, ഉന്നതരാണെന്നൊക്കെ ചിന്തിച്ച് മുൻപോട്ട് പോയതുകൊണ്ട് കാര്യമില്ല സഹോദരങ്ങളെ. അതുകൊണ്ടൊന്നും നമ്മുടെ ജീവിതത്തിൽ യാതൊരു പ്രയോജനവും ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് സത്യം.
ഭക്തിയുടെ വേഷം ധരിച്ചിട്ട് അതിൻ്റെ ശക്തിയെ ത്യജിച്ച് കളയുന്നവർക്ക് അയ്യോ എന്ന് പറയുന്ന അവസ്ഥയാണ് തിരുവെഴുത്ത് നമ്മെ ഓർപ്പിക്കുവാനിടയാകുന്നത്. അതുകൊണ്ട് ഭക്തിയുടെ വേഷമൊക്കെ ഒന്ന് അഴിച്ചു വെച്ച് അതുകൊണ്ടൊന്നും വലിയ പ്രയോജനമില്ല എന്ന് കണ്ടിട്ട് തങ്ങൾക്ക് തന്നെ ഭക്തരായി തോന്നി മറ്റുള്ളവരുടെ മുൻപാകെ ഭക്തരെന്ന് നടിക്കുവാൻ ആഗ്രഹിക്കുന്ന അവസ്ഥയേക്കാൾ തിരുവെഴുത്ത് പറയുന്നത് പോലെ ദൈവം മുൻപാകെയുള്ള ശുദ്ധവും നിർമ്മലവുമായൊരു ദൈവഭക്തി പ്രാപിപ്പാൻ നാം ആഗ്രഹിക്കുമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവും ലോക ജീവിതത്തിൽ ഭക്തിയുള്ളവനായിരുന്നു നാം തിരുവെഴുത്തിൽ ഉണരുന്നുണ്ട്. കർത്താവിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചത് താൻ ഭയഭക്തി ഉള്ളവനായിരുന്നത് നിമിത്തമാണെന്ന് നാം ലേഖനങ്ങളിൽ വായിക്കുന്നു. ആകയാൽ തന്നെ നമ്മുടെ ആത്മീക ജീവിതത്തിലും ഈ ഭക്തിയുടെ വേഷമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വെറുതെ വ്യർത്ഥമായ പ്രകടനങ്ങൾ കാണിച്ച് മറ്റുള്ളവരുടെ മുൻപാകെ നാം നമ്മെ തന്നെ നാറ്റി നാം ദോഷക്കാരെന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കത്തക്കവണ്ണമുള്ള വ്യർത്ഥമായ ഭക്തിയുടെ പ്രകടനങ്ങളൊക്കെ ഒന്ന് കളഞ്ഞിട്ട് യഥാർത്ഥമായ ഒരു ദൈവഭക്തി നമ്മിൽ ഉളവായി യഥാർത്ഥമായി നാം ആത്മീകരാണ്, ഭക്തരാണെന്ന് നമ്മുടെ ജീവിതാനുഭവങ്ങളിലൂടെ വെളിപ്പെടുത്തുവാൻ നമുക്കിടയാകണം. ഒറ്റ വാക്കിൽ അതിനെ സംക്ഷിപ്തമായി പറഞ്ഞാൽ ജഡത്തിൻ്റെ പ്രവൃത്തികൾ നമ്മിൽ വെളിപ്പെട്ടിട്ട് നാം പ്രവൃത്തികളിലൂടെ ജഡീകരാകുന്നു എന്ന് മറ്റുള്ളവർ പറയുന്നതിനേക്കാൾ നല്ലത് പരിശുദ്ധാത്മാവിന് ഇടം കൊടുത്ത് ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മിൽ വെളിപ്പെട്ടിട്ട് ആ ഫലം കണ്ട് മറ്റുള്ളവർ നമ്മെ ആത്മീകരാണ് എന്ന് പറവാനിടയാകണം. പലപ്പോഴും ഉണരാറുള്ളൊരു സത്യമുണ്ട്. പിതാവിൻ്റെ മുൻപിൽ അനുഗ്രഹത്തിനായി വന്നു നിൽക്കുന്ന യാക്കോബിനെ നാം ശ്രദ്ധിക്കുമ്പോൾ യാക്കോബിൻ്റെ വേഷം ആരുടേതാണ്? ഏശാവിൻ്റെ വേഷമാണ്. പക്ഷേ ഇസഹാക്ക് തന്നോട് സംസാരിക്കുമ്പോൾ ഇസഹാക്കിന് ബോധ്യപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്താണ്? ശബ്ദം യാക്കോബിൻ്റെ ശബ്ദമെന്ന്. അകത്തിരിക്കുന്നതാണ് ദൈവമക്കളെ പുറത്തു വരിക, അതാണ് വെളിപ്പെടുവാനിടയാകുന്നത്. അകത്ത് ആത്മീയതയില്ലാതെ, അകത്ത് ദൈവഭക്തിയില്ലാതെ, അകത്ത് ദൈവിക അനുഭവങ്ങളില്ലാതെ വെറുതെ പുറംപൂടി കാണിച്ചുകൊണ്ട് ഭക്തിയുടെ വേഷം ധരിച്ച് ഞാൻ യേശുവിനെ ധരിച്ചവനാണെന്ന് അല്ലെങ്കിൽ ഞാൻ സ്നാനപ്പെട്ടവനാണെന്നൊക്കെ പറഞ്ഞ് ജ്യേഷ്ഠനായ ഏശാവിൻ്റെ വസ്ത്രം ധരിച്ച യാക്കോബിനെ പോലെ നമ്മുടെ ജ്യേഷ്ഠ സഹോദരനായ ക്രിസ്തുവിനെ ധരിച്ചവരാണെന്ന് അഭിമാനിച്ച് ജീവിക്കുന്നവരായതുകൊണ്ട് കാര്യമില്ല. ശബ്ദം എന്താകണം? യാക്കോബിൻ്റെ ശബ്ദം മാറി ഏശാവിൻ്റെ ശബ്ദമാകണം. അഥവാ ക്രിസ്തുവിൻ്റെ ശബ്ദം നമ്മിൽ വെളിപ്പെടണം. അഥവാ ഹൃദയം നിറഞ്ഞ് കവിയുന്നതാണ് വായി സംസാരിക്കുന്നതെങ്കിൽ അകത്ത് നമ്മിൽ ക്രിസ്തു ഉരുവാകുവാനിടയാകണം. അകത്ത് നമ്മിൽ ക്രിസ്തു ഉരുവാകുമ്പോൾ മാത്രമേ ക്രിസ്തുവിൻ്റെ അനുഭവങ്ങൾ നമ്മിൽ വെളിപ്പെടുവാനിടയാകത്തുള്ളൂ. അങ്ങനെ ക്രിസ്തു നമ്മിൽ ഉരുവായെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടുവാൻ നമുക്കിടയാകുകയുള്ളൂ. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പ്രാർത്ഥിച്ചു പറയുന്നത് എന്താണ്? താൻ നിലവിളിച്ച് വേദനയോടെ പറയുന്നു, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പ്രസവ വേദനപ്പെടുന്നവരായ എൻ്റെ കുഞ്ഞുങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോസ്തലൻ തൻ്റെ ജനത്തിനു വേണ്ടി വേദനപ്പെടുവാനിടയാകയാണ്. തൻ്റെ വേദന എന്തിനാണെന്ന് ചോദിച്ചാൽ ദൈവജനത്തിൽ ദൈവസഭയിൽ എന്തു വേണം? ക്രിസ്തു ഉരുവാകുവാനിടയാകണം. അഥവാ അവർ ക്രിസ്തുവായി മാറുവാനിടയാകണം. കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ ക്രിസ്തുവിനോട് അനുരൂപരായി തീരുവാനിടയാകണം. ഈ ഒരു ചിന്തയും ആഗ്രഹവും കാഴ്ചപ്പാടും നമ്മുടെ ജീവിതത്തിലുണ്ടായി നാം ദൈവസന്നിധിയിൽ നമ്മെ താഴ്ത്തി നിലവിളിച്ചെങ്കിലേ നാം സ്വർഗ്ഗത്തിൽ പോകുവാൻ നമുക്കിടയാകുകയുള്ളൂ. ശ്രദ്ധിക്കണേ, ഒരുപക്ഷെ നമ്മെ ഉളിയും ചുറ്റികയും ഒക്കെ ആക്കി ദൈവം നമ്മെ ഉപയോഗപ്പെടുത്തുമായിരിക്കും കേട്ടോ. വീട്ടിൽ ഞാൻ കുടുംബനാഥനാണെന്നുള്ളത് കൊണ്ട് ഭാര്യയും മക്കളെയും ക്രമീകരിപ്പാൻ ഉത്സാഹിച്ച് ചുറ്റിക എടുത്ത് കൊട്ടുപടിയൊക്കെ ആയി നടന്നാൽ നല്ല കാര്യമാണ്, കുടുംബം ക്രമപ്പെടും. ചിലപ്പോൾ വീട്ടിലെ കാർന്നോത്തി ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് നടത്തിപ്പുകാർ സഹോദരിമാരാണ്. അവർ ഭർത്താവിനെ നിയന്ത്രിക്കും, മക്കളെ നിയന്ത്രിക്കും, കൊച്ചുമക്കളെ എല്ലാവരെയും നിയന്ത്രിച്ച് നല്ല നിലയിൽ അവരെ നടത്തുവാൻ ഉത്സാഹിക്കും. അവർ നന്നാകും കേട്ടോ. പക്ഷെ നിങ്ങൾ ആരായി ഇത്ര കാണപ്പെടും? നിങ്ങൾ ഉളിയും ചുറ്റികയുമായി കാണപ്പെടും. ഈ ഉളിയും ചുറ്റികയൊന്നും എവിടെ ചെല്ലത്തില്ല, സ്വർഗത്തിൽ ചെല്ലത്തില്ല. അതുകൊണ്ടാണ് അവിടെ എന്തു പറയുന്നത്? ആലയം പണിതപ്പോൾ ഉളിയുടെയും ചുറ്റികയുടെയും ഒന്നും ശബ്ദം അവിടെ കേട്ടില്ല എന്ന് പറയുന്നത്. കാരണം ഇവിടെ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മെ നന്നാക്കുവാൻ ദൈവം പലരെയും ഏൽപ്പിച്ച് പലരെയും എഴുന്നേൽപ്പിച്ച് അവരൊക്കെ നമുക്ക് മേൽ ബലം പ്രയോഗിച്ച് നമ്മെ ശിക്ഷിച്ചും ജാതിച്ചും നടത്തിയും ഒക്കെ ചുറ്റികയായി ഉളിയായിട്ടൊക്കെ തല്ലിയും കൊട്ടിയൊക്കെ നമ്മെ നേരെയാക്കാൻ ശ്രമിക്കും. ഏൽപ്പിച്ചു കൊടുത്താൽ നാം നേരെയാകും കേട്ടോ. പക്ഷെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ ഉളിയും ചുറ്റികയും ഒന്നും എവിടെ വരത്തില്ല, സ്വർഗത്തിൽ വരത്തില്ല. അവിടെ ഉളിയുടെയും ശബ്ദമില്ല,
ചുറ്റികയുടെയും ശബ്ദം ഇല്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഈ ഉളിയും ചുറ്റികയും ഒന്നും അവിടെ വരത്തില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം ദൈവമക്കളെ, മറ്റുള്ളവരെ തല്ലി പഴിപ്പിച്ചിട്ടൊന്നും വലിയ കഥയില്ല. നാം നന്നായാൽ നമുക്ക് കൊള്ളാം എന്നുള്ളതാണ് സത്യം. നാം നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചാൽ നാം അനുഗ്രഹിക്കപ്പെടും എന്നുള്ളതാണ് സത്യം. നമുക്ക് കർത്താവിൻ്റെ വരവിൽ പോകണമെങ്കിൽ നാം നമ്മെ തന്നെ ശുദ്ധീകരിച്ച് ക്രമീകരിപ്പാനിടയാകട്ടെ. നാം നമ്മെ ക്രമീകരിച്ചാൽ തീർച്ചയായിട്ടും അത് നമ്മുടെ പ്രിയപ്പെട്ടവരിലും വരും കേട്ടോ. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം നാം പഠിക്കുമ്പോൾ യേശു പറയുന്നൊരു വാക്കുണ്ട്. എന്താണ്? യേശു പിതാവിനോട് പ്രാർത്ഥിച്ചു പറയുന്നൊരു വാക്ക്, അവരും സാക്ഷാൽ വിശുദ്ധരാകേണ്ടതിന് ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു എന്ന് പറയുന്നു. യോഹന്നാൻ 17:19. അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ ആകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി, ഞാൻ അവരെ വിശുദ്ധീകരിക്കുന്നല്ല പറയുന്നത്, പിന്നെയോ അവർക്ക് വേണ്ടി എന്നെ വിശുദ്ധീകരിക്കുന്നു. അങ്ങനെയെങ്കിലും ഉളിയും ചുറ്റികയും ഒക്കെ ആയിരിക്കുന്നവരെ, തൂമ്പയും കോടാലിയും ഒക്കെ ആയി നടക്കുന്നവരൊന്ന് ഉണരണം കേട്ടോ. ദൈവം ചെയ്തതൊക്കെ ഒന്ന് നിർത്തിയിട്ട് അതിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കാതെ, ഞാൻ ഉളിയും ചുറ്റികയും ആകേണ്ടവനല്ല, ഞാൻ ജീവനുള്ള കല്ലാകേണ്ടവനാണ്, ജീവനുള്ള കല്ലാകേണ്ടവളാണെന്ന് കരുതിക്കൊണ്ട് എന്ത് ചെയ്യണം? തങ്ങളെ തന്നെ ഒന്ന് വിശുദ്ധീകരിപ്പാൻ ഉത്സാഹിക്കണം. അങ്ങനെ തങ്ങൾക്ക് തന്നെ ഒരു വിശുദ്ധീകരണം ഉണ്ടായി ഈ വിട്ടുകുഴിയിൽ വെച്ച് നമ്മുടെ കുറവുകൾ തീർത്താൽ നമ്മെ കർത്താവ് കരങ്ങളിൽ എടുത്തിട്ട് മറ്റുള്ളവർക്ക് നമ്മെ പ്രയോജനപ്പെടുത്തുവാൻ ഇടയാകുമെന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് യേശു പറയുന്നത്, അവർ സാക്ഷാൽ വിശുദ്ധരാകേണ്ടതിന് ഞാൻ എന്നെ തന്നെ അപ്പൊ എന്നെ തന്നെ ഞാൻ വിശുദ്ധീകരിച്ചാൽ, എന്നിലൊരു വിശുദ്ധി ഉണ്ടായാൽ ദൈവത്തിന് എന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരെ വിശുദ്ധരാക്കുവാൻ കഴിയും എന്നുള്ളതാണ് സത്യം. അല്ലെങ്കിൽ ഞാൻ ദൈവസന്നിധിയിൽ വിശുദ്ധനായി തീർന്നാൽ ദൈവത്തിന് എന്നിലൂടെ പ്രവർത്തിച്ചിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെയും വിശുദ്ധരാക്കുവാൻ ദൈവം പരിശ്രമിക്കും, ദൈവം പ്രവർത്തിക്കും എന്നുള്ളതാണ് സത്യം. അത് മനസ്സിലാക്കുവാൻ 2 തിമോത്തിയോസ് 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പാത്രങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് അടുത്ത വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ. എന്താണെന്നാണ് പറയുന്നത്? 2 തിമോത്തി 2-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ. ശ്രദ്ധിക്കണേ, ഇവയെ വിട്ടകന്ന് തന്നെത്താൻ, മറ്റുള്ളവരെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്ന ഒരുവൻ, അഥവാ തന്നെ തന്നെ വെടിപ്പാക്കുവാൻ വിശുദ്ധീകരിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരുവൻ ദൈവത്തിന്റെ കയ്യിൽ എങ്ങനെയുള്ളവനാകുമെന്നാണ്? വിശുദ്ധനായി തീരുമെന്ന്, വിശുദ്ധനായിരിക്കുമെന്ന്. വിശുദ്ധനായി ദൈവകരങ്ങൾ ഇരിക്കുന്നവനെ കുറിച്ച് അടുത്ത വാക്ക് എന്താണ് പറയുന്നത്? ഉടമസ്ഥന് ഉപയോഗമുള്ളതായി എല്ലാ നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന പാത്രങ്ങളായി തീരുമെന്ന്. അപ്പോൾ നമ്മെ കർത്താവ് കരങ്ങളിലെടുത്ത് നാം മൂലമായി നമ്മുടെ ജനത്തിന്, നമ്മുടെ സഭയ്ക്ക്, നമ്മുടെ കൂട്ടുവേലക്കാർക്ക്, നമ്മുടെ കുടുംബത്തിന്, കുടുംബാംഗങ്ങൾക്ക്, നമുക്കുള്ളവർക്കൊക്കെ അനുഗ്രഹം വരണമെങ്കിൽ, അവർ നമ്മെപ്പോലെ നമ്മേക്കാൾ അധികമായി സാക്ഷാൽ വിശുദ്ധരാകണമെങ്കിൽ നാം എന്ത് ചെയ്യണം? നമ്മെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധരായി തീരുവാനിടയാകണം. പലപ്പോഴും പ്രാസംഗികർ പറയുന്ന ഒരു ഉദാഹരണം ഞാൻ കേട്ടിട്ടുണ്ട്. ഒരിക്കൽ ഞണ്ടമ്മച്ചിയും കുടുംബവും സുവിശേഷ മീറ്റിങ്ങിന് പോയപ്പോൾ പാസ്റ്റർ പ്രസംഗിക്കുന്ന കേട്ടുപോലും നാം നേരോടെ നടക്കണം, നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവ് വരുത്തില്ല എന്നാണ്. പ്രസംഗം കേട്ട ഞണ്ടമ്മച്ചി വീട്ടിൽ ചെന്ന് മക്കളെയൊക്കെ വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു, മക്കളെ, ഇന്നലെ കേട്ട പ്രസംഗം ഓർമ്മയില്ലേ? നമുക്കതുകൊണ്ട് നേരെ നടക്കണം, എന്നാലേ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകത്തുള്ളെന്ന്. മക്കൾ പറഞ്ഞു, അമ്മച്ചി മുമ്പേ നടന്നോ, ഞങ്ങൾ പുറകെ ഉണ്ടെന്ന് പറഞ്ഞു. അമ്മച്ചി മിടുക്കിയായി ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് അടിച്ച് നടക്കാൻ തുടങ്ങി. ഞണ്ടമ്മച്ചി നടന്നാൽ എങ്ങോട്ടേ പോകത്തുള്ളൂ? പുറകോട്ടേ പോകത്തുള്ളൂ, സൈഡിലേക്കേ പോകത്തുള്ളൂ. ഒരിക്കലും ആ ഞണ്ടിന് നേരെ നടക്കാനുള്ള കഴിവ് ഇല്ല എന്നുള്ളതാണ് സത്യം. അമ്മച്ചി നടന്ന് കാണിച്ചത് സൈഡിലോട്ടാണ്. കുഞ്ഞുങ്ങളും എന്ത് ചെയ്തു? അമ്മയുടെ പുറകെ നടക്കുവാനിടയായി. അമ്മ പോകുന്നതാണ് നേരായ പാതയെന്ന് കുഞ്ഞുങ്ങൾ കണ്ട് കുഞ്ഞുങ്ങളും എന്ത് ചെയ്യുകയാണ്? അമ്മയുടെ പുറകെ പോകുകയാണ്. രണ്ടും തെറ്റായ വഴിയിലൂടെ പോയി അവസാനിക്കുവാനിടയാകും. ആകയാൽ നമ്മുടെ ജീവിതത്തിൽ നാം നമ്മെ തന്നെ ഒന്ന് വിശുദ്ധീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കരത്തിൽ വിശുദ്ധ പാത്രങ്ങളായി കാണപ്പെടുവാൻ ഇടയാകുമെങ്കിൽ തീർച്ചയായിട്ടും നാം മൂലമായി നമ്മുടെ ദൈവം നമ്മുടെ പ്രിയപ്പെട്ടവരെയും വിശുദ്ധീകരിപ്പാനിടയാകും. അവരും നാമും ഒക്കെ ദൈവത്താൽ കുറവ് തീർക്കപ്പെട്ടവരായി, കുറ്റങ്ങൾ തീർക്കപ്പെട്ടവരായി. യെശയ്യാപ്രവചനത്തിൽ വായിക്കുന്നത് പോലെ, ഇതാ ഞാനും യഹോവ എനിക്ക് തന്ന മക്കളും സിയോൻ പർവ്വതത്തിൽ അധിവസിക്കുന്ന യഹോവയാൽ അത്ഭുതങ്ങൾ, യെരൂശലേമിൽ അത്ഭുതങ്ങളും
അടയാളങ്ങളുമായിരിക്കുന്നു എന്നൊരു സാക്ഷ്യം പറവാനിടയാകും. യെരൂശലേമിൽ നാം അത്ഭുതങ്ങളും അടയാളങ്ങളുമാകും. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരത്തിൽ നാം അത്ഭുതങ്ങളായി അടയാളങ്ങളായി കാണപ്പെടുവാൻ ഇടയാകും. അതിന് വേണ്ടത് ഈ വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർക്കുവാനിടയാകണം. കണ്ണുകൾ അടച്ചാട്ട് ധ്യാനത്തിൽ നാം പാടിയ പാട്ടിൻ്റെ അടികൾ. ഞാൻ പൊടി എന്ന് ഓർക്കുന്ന ദൈവം എന്നോട് കരുണ കാണിച്ച് എൻ്റെ കുറവുകളെ തീർക്കുന്നു എന്ന് നാം വിശ്വാസത്താൽ പാടിയ പാട്ടിനടികൾ എല്ലാവരും ഒന്ന് ചേർന്ന് പാടുവാനിടയാകട്ടെ. ദൈവസന്നിധിയിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുത്ത് ദൈവത്തിൻ്റെ കരുണ പ്രാപിച്ചുകൊണ്ട് ദൈവം നമ്മുടെ കുറവുകളെ തീർക്കുവാൻ മനഃപൂർവ്വമായി നമുക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുത്ത് യഥാർത്ഥമായി നാം കുറവില്ലാത്തവരായി തന്നെ കാണപ്പെടുവാൻ ദൈവം നമുക്ക് ഏവർക്കും ഇടയാക്കട്ടെ.